ഹായ് ഒരുവൺ. അപ്പോൾ 2026 JEE BArch അല്ലെങ്കിൽ ആർക്കിടെക്ചർ പ്രോഗ്രാമിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫിനെ പറ്റി ഒരു അനലൈസാണ് നമ്മൾ നടത്താൻ പോകുന്നത്. സോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക, നിങ്ങൾ നോട്ട് ചെയ്യാനുള്ളവർ നോട്ടും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമുക്കറിയാം ജൂണിലായിരിക്കും ജോസ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. OBC NCL സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ളവർ, കാറ്റഗറി ഉള്ളവർ, പിന്നെ നിങ്ങളുടെ +2ൻ്റെ സർട്ടിഫിക്കറ്റും അതെല്ലാം അപ്ലോഡ് ചെയ്യണം. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജുകൾ, അതായത് പ്രിഫറൻസ് ഓർഡർ ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജ് നിങ്ങൾക്ക് സീറ്റ് അക്സെപ്റ്റൻസ് അത് കിട്ടിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫ്രീ ആണ്, നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് എന്ന് പറയുന്നത് അറൗണ്ട് 35,000 ഓപ്പണും പിന്നെ 15,000 ആണ് SC ST കാറ്റഗറിക്കൊക്കെ വരുന്നത്. ഓക്കെ, പിന്നീട് അടുത്തത് നിങ്ങൾക്ക് സീറ്റ് അലോട്ടായി എന്ന് വെക്കുക. നിങ്ങൾക്ക് 3 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഫ്ലോട്ട്, ഫ്രീസ്, സ്ലൈഡ് ഓപ്ഷന്. ഫ്ലോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലേക്ക് നിങ്ങൾ ഫ്ലോട്ട് ചെയ്യും. അതായത് ഇപ്പോൾ കോളേജിലുള്ള സീറ്റ് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് അടുത്ത വേറൊരു കോളേജിൽ താല്പര്യമുണ്ട്, അടുത്തൊരു ഹയർ കോളേജിലോട്ട് താല്പര്യം ഉണ്ടാവും. അതാണ് ഫ്ലോട്ട്. ഫ്രീസ് എന്ന് പറയുന്നത് ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് തന്നെ നിങ്ങൾ ഫ്രീസ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഓക്കെ ആണത്. അടുത്തതായിട്ട് സ്ലൈഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ? സ്ലൈഡ് എന്ന് പറയുമ്പം ഓക്കെ, നിങ്ങൾക്കിപ്പം ഒരു ആർക്കിടെക്ചറും നിങ്ങൾ എഞ്ചിനീയറിംഗ് എഴുതിയ ആൾക്കാരാണ്, അപ്പോൾ എഞ്ചിനീയറിംഗിലാണ് കൂടുതൽ, അതായത് നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വേറൊരു ബ്രാഞ്ചിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് സെയിം കോളേജിൽ, ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് സെയിം കോളേജിൽ വരുമ്പോൾ സ്ലൈഡ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് മെയിനായിട്ട് ഫ്ലോട്ടും ഫ്രീസും ആണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പം ഏകദേശം ഒരു 6 കൗൺസിലിംഗ് റൗണ്ട്സ് ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. പിന്നെ NIT-കളിൽ മെയിനായിട്ട് NIT-കളിൽ ഹോം സ്റ്റേറ്റ് സീറ്റ് എന്ന് പറയുന്നത് 50% ഹോം സ്റ്റേറ്റ് ആയിരിക്കും. അതർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് 50% സീറ്റ് ആയിരിക്കും. ഓക്കെ, സോ 60 സീറ്റുള്ള കോളേജിനകത്ത് 30 ഹോം സ്റ്റേറ്റും 30 അതർ സ്റ്റേറ്റുമാണ് വരുന്നത്. ഓക്കെ, അതർ സ്റ്റേറ്റ് ഹോം സ്റ്റേറ്റ് അറിയാലോ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് പറയണം. ഹോം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് സ്റ്റേറ്റിലുള്ള കോളേജുകളാണോ അതാണ് ഹോം സ്റ്റേറ്റ്. അതർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് OS. അതർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പുറത്തുള്ള കോളേജ്. ഇപ്പം നിങ്ങൾ കേരളത്തിലുള്ളവരാണെങ്കിൽ അതർ സ്റ്റേറ്റ്സ് വരുന്നത് തൃശ്ശൂർപ്പള്ളി വരുന്നുണ്ട്, നാഗ്പൂർ, അങ്ങനെ വരുന്ന NITs ഒക്കെ. ഹോം സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കാലിക്കറ്റാണ് നമ്മൾ വരുന്നത്, അല്ലേ? നമ്മുടെ ഇവിടെ ഉള്ള കാലിക്കറ്റാണ്. ഓക്കെ, അപ്പം ഇത് കൂടാതെ തന്നെ ഫീമെയിൽ സെപ്പറേറ്റ് ആയിട്ട് ഫീമെയിൽ കാറ്റഗറി സീറ്റും ഉണ്ട്. അത് എത്ര സീറ്റാണ് വരുന്നത് എങ്ങനെയാണെന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഈ ഫീമെയിൽ ഈ കാറ്റഗറി വരുന്നത് ഹോം സ്റ്റേറ്റിനും ഉണ്ട്, അതർ സ്റ്റേറ്റിനും ഉണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഏതൊക്കെ കോളേജുകളാണ് വരുന്നതെന്ന് നോക്കാം. നമുക്കറിയാം ടോട്ടൽ ഒരു 16 കോളേജസ് ആണ് വരുന്നത്. ജോസ അലോട്ട്മെൻറ്റ് വഴി ആർക്കിടെക്ചറിന് വരുന്നത് 16 കോളേജസ് ആണ്, BArchനും B പ്ലാനിങ്ങിനും ഇൻക്ലൂഡഡ് ആയിട്ട്. ആദ്യമായിട്ട് നമുക്ക് NITs നോക്കാം. ഏതൊക്കെ NITs ആണ്? 10 NITs ആണുള്ളത്. ഓക്കെ, 10 NITs: നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്, തൃശ്ശൂർപ്പള്ളി, റൂർക്കേല, MNIT വരുന്നുണ്ട് ജയ്പൂർ, പിന്നെ ഭോപ്പാലുള്ള മൗലാന ആസാദ് വരുന്നുണ്ട്, പിന്നെ NIT ഹമീർപൂർ, NIT പാട്ന, NIT റായ്പൂർ, നാഗ്പൂർ. പിന്നീട് ലാസ്റ്റ് വരുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഷിപ്പൂരിലാണ് വരുന്നത്. ഓക്കെ, അതുപോലെ 10 കോളേജുകളാണ് വരുന്നത് ഇതിൽ. ഓക്കെ, 10 കോളേജ് റേഞ്ചാണ് വരുന്നത്. 10 കോളേജാണ് വരുന്നത്. അപ്പം അടുത്തതായിട്ട് ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, GFTEs ആണ് വരുന്നത്. അപ്പോൾ GFTEs 6 കോളേജസ് ആണ്. ഓക്കെ, ഇതുകൂടെ SPയും കൂടെ കൂട്ടിയിട്ട് 6 കോളേജസ് ആണ് വരുന്നത്. ഒന്ന് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റാഞ്ചി, മിസോറം യൂണിവേഴ്സിറ്റി ഐസ്വാൾ, ശ്രീ മാതാ വൈഷ്ണവ് യൂണിവേഴ്സിറ്റി ജമ്മു ആൻഡ് കാശ്മീർ വരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള മെയിനായിട്ടുള്ളൊരു ഫേമസ് കോളേജിൽ ലിസ്റ്റിൽ വരുന്നതാണ് സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ, ന്യൂഡൽഹി തന്നെ ഫേമസ് ആയിട്ടുള്ളതാണ് SPS വരുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പഴയ കോളേജാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് പേര് ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് ഒക്കെ പഠിച്ചിറങ്ങിയ കോളേജുകളാണ്. ഓക്കെ, അപ്പം ഇതിൽ തന്നെ 3 കോളേജ്, ഇതിൽ തന്നെ BArchും B പ്ലാനിങ്ങും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഏകദേശം വരുന്നത് 16 കോളേജസാണ്. ഓക്കെ, അതിൽ 10 NITs പിന്നെ 6 കോളേജ് ഈ പറയുന്ന പോലെ GFTEs ആണ് വരുന്നത്, ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വരുന്നത്. ഓക്കെ, സോ ടോട്ടൽ 16 കോളേജുകളിലും നമുക്ക് സീറ്റ്സ് അറൗണ്ട് 600 സീറ്റ്, 600 സീറ്റ്സ് ആണ് BArchന് വരുന്നത്. 165 സീറ്റ്സ് ആണ് B പ്ലാനിങ്ങിന് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏകദേശം കട്ട് ഓഫിൻ്റെ ഒരു അനലൈസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് കാലിക്കറ്റാണ് എല്ലാവരും നമ്മുടെ ഒരു മെയിൻ പ്രിഫറൻസ് ആയിട്ട് എടുക്കുന്നത്, അല്ലേ?
അപ്പോൾ കാലിക്കറ്റിൽ ഈ പ്രാവശ്യം കുറച്ച് ടൈറ്റ് സിറ്റുവേഷൻ ആയിരിക്കും. കാരണം ഒരുപാട് കുട്ടികൾ നിങ്ങൾക്കറിയാലോ കേരളത്തിൽ നിന്ന് തന്നെ നല്ല റാങ്ക് വാങ്ങിയിട്ടുണ്ട്. ബ്രില്യൻറ്റിൽ നിന്ന് തന്നെ ഒരുപാട് കുട്ടികൾ വാങ്ങിയിട്ടുണ്ട് 99%. സോ കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിൽ നമുക്കറിയാം ഓപ്പൺ ഹോം സ്റ്റേറ്റ്. ഓക്കെ, ഹോം സ്റ്റേറ്റ് ഓപ്പൺ എന്ന് പറയുമ്പോൾ ഓക്കെ ഓപ്പൺ കാറ്റഗറി അറിയാലോ, ഓപ്പൺ കാറ്റഗറി. ബാക്കി ഹോം സ്റ്റേറ്റ് ഒന്നും കാണിക്കുന്നില്ല, കാരണം ഇതിന് നമുക്ക് ആവശ്യമില്ല അല്ലേ. ബാക്കി ഹോം സ്റ്റേറ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഹോം സ്റ്റേറ്റ് OBCയും ഞാൻ കാണിക്കുന്നില്ല ബാക്കിയുള്ളിടത്ത്. ഓക്കെ, സോ ഇതിൽ വരുന്നത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണ് ഈ കാണിക്കുന്നത്. 68 ഓപ്പണിങ്ങും 271 ആണ് ക്ലോസിങ് വരുന്നത് ഓപ്പണിങ്ങിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. ഓപ്പൺ റാങ്കിൽ ജനറൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെങ്കിൽ 68, 271 വരുന്നുണ്ട്. ഇനി ഓപ്പൺ കാറ്റഗറി അതർ സ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, അതർ സ്റ്റേറ്റ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. OBC ഹോം സ്റ്റേറ്റ് നോക്കാം നമുക്ക്. OBC കാറ്റഗറിയിൽ ഓക്കെ, OBC കാറ്റഗറി വരുന്നത് 78 ഓപ്പണിങ്ങും 133 ആണ് ക്ലോസിങ് വന്നിട്ടുള്ളത്. 78 റാങ്ക് ഓപ്പണിങ്ങും 133 ആണ് ക്ലോസിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ സീറ്റ്സ് എത്രയാണ് ഉള്ളത്? 59 സീറ്റാണ്, 59 സീറ്റാണ്, 59 സീറ്റ്സ് ആണുള്ളത് ടോട്ടൽ. ഓക്കെ, എവിടെയാണ്? കാലിക്കറ്റിലുള്ളത്. ഓക്കെ, 59 സീറ്റ്സ് ആണുള്ളത്. അതിൽ നിങ്ങൾക്കറിയാം 50-50 ആണ്. 50% എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം 30 അതർ സ്റ്റേറ്റ് OS, പിന്നെ ഒരു 29 ആണ് വരുന്നത് ഹോം സ്റ്റേറ്റ് വരുന്നത്. ഓക്കെ, ഹോം സ്റ്റേറ്റ് വരുന്നത്. അപ്പം ഇതിൽ ഫീമെയിൽ കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീമെയിൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ടോട്ടൽ ഓപ്പൺ ആൻഡ് OBC കാറ്റഗറി ടോട്ടൽ 12 സീറ്റാണ് വരുന്നത്. 12 സീറ്റ്. ഓക്കെ, 12 സീറ്റാണ് ഫീമെയിൽ ഒള്ളി കാറ്റഗറി വരുന്നത്. ഈ 12 സീറ്റിനകത്തും ഓപ്പണിൽ 6ഉം OBCയിൽ 6ഉം വരും. ഓക്കെ, OBCയിൽ 6 വരും, ഓപ്പൺ 6 വരും. അപ്പം നിങ്ങൾക്കറിയാലോ ഇതിൽ തന്നെ അതർ സ്റ്റേറ്റും ഉണ്ട്, OBCയിലും അതറും ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ തന്നെ നമുക്ക് ചിലപ്പം ഒരു കുറച്ച് സീറ്റുകളായിരിക്കും വരുന്നത്, വളരെ നിസ്സാര സീറ്റേ വരുന്നുള്ളൂ. സോ ഫീമെയിൽ കാറ്റഗറിയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം നമുക്കതിൻ്റെ ഒരു അനലൈസ് നോക്കാം. ഈ ഫീമെയിൽ കാറ്റഗറിയിൽ നോക്കുവാണെങ്കിൽ ഓപ്പണിൽ വന്നിരിക്കുന്നത് ഓക്കെ, ഓപ്പണിൽ വന്നിരിക്കുന്നത് ഏകദേശം 83 റാങ്ക്, ക്ലോസിങ് വന്നിരിക്കുന്നത് 138 ആണ്. ഓക്കെ, ഓപ്പണിൽ വന്നിരിക്കുന്നത് 83ഉം 138 ആണ് വന്നിരിക്കുന്നത്. പിന്നെ OBCയിൽ വന്നിരിക്കുന്നത് 96ഉം 105 ആണ്. ഓക്കെ, ഇത് ഹോം സ്റ്റേറ്റിലെയാണ് ഞാൻ പറയുന്നത്, HSലെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഹോം സ്റ്റേറ്റിൽ ഈ പറയുന്ന പോലെ ഓപ്പൺ റാങ്ക് നിങ്ങൾ ഈ പറയുന്ന പോലെ ഓപ്പൺ റാങ്ക് 83 ഫീമെയിലാണ് ഞാൻ പറയുന്നത്. ഓപ്പൺ റാങ്ക് 83, 138 ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട്. OBC കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്ന ഫീമെയിൽ ആണെങ്കിൽ 96ഉം 105ൻ്റെ ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹൈ ചാൻസ് ആണുള്ളത്. ഓക്കെ, അതർ സ്റ്റേറ്റ് OBC അതർ സ്റ്റേറ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് അതിൻ്റെ ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് രണ്ടുമാണ് മെയിനായിട്ട് വരുന്നത്. 68, 271 അകത്താണ് നിങ്ങൾ ഓപ്പൺ, 78, 133ലാണ് നിങ്ങളുടെ OBC റാങ്ക് കേട്ടോ. OBC റാങ്കാണ് നോക്കുന്നത്. OBC റാങ്ക് 78ഉം 133 ആണ് നിങ്ങൾക്ക് OBC കാറ്റഗറി റാങ്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഹൈ ചാൻസ് ആണ് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തും ഞാൻ പറഞ്ഞതുപോലെ ഫീമെയിൽ കാറ്റഗറി നോക്കുവാണെങ്കിലും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. ഇപ്പം ഓപ്പൺ ആണ് 183, 138 ഒക്കെയാണ് പറയുന്നത്. പിന്നെ 96, 105 ആണ് വരുന്നത്. എല്ലാം ആ ഒരു ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഫീമെയിൽ കാറ്റഗറി റാങ്കും വരുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് വേണമെങ്കിൽ തൃച്ചിയും കൂടെ നോക്കാം. അപ്പോൾ തൃച്ചിയിൽ ഏകദേശം ഒരു ടോട്ടൽ സീറ്റ് എന്ന് പറയുന്നത് 57 സീറ്റാണ്. ടോട്ടൽ വരുന്നത് 57 സീറ്റ്സാണ്. അത് ഏകദേശം ഇതുപോലെയാണ്. നമുക്കൊരു 12 സീറ്റ്സ് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം അവിടെ നമുക്ക് അതർ സ്റ്റേറ്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ കാലിക്കറ്റാണ്, കേരള ആണ്. അപ്പോൾ നമുക്ക് അതർ സ്റ്റേറ്റിലുള്ള കാര്യങ്ങളാണ്, അനലൈസാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് ഈ പറയുന്നത് പോലെ അതർ സ്റ്റേറ്റിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതാ ഓപ്പണിൽ വന്നിരിക്കുന്നത് അതർ സ്റ്റേറ്റ് 29, 405, 29 ഓപ്പണിങ്ങും 404 ക്ലോസിങ്ങും ആണ്.
OBCയിൽ അതർ സ്റ്റേറ്റ്, ഓക്കെ, OBCയിൽ അതർ സ്റ്റേറ്റ് വരുന്നത് 156, 168. അപ്പോൾ നമുക്ക് കേരളത്തിലുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന റാങ്കിൻ്റെ അകത്താണെങ്കിൽ നിങ്ങൾക്ക് ട്രിച്ച് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ, OBC കാറ്റഗറിയിൽ 150, OBC കാറ്റഗറി 156, 168, ഓപ്പൺ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 29 to 404 ഇടയ്ക്കാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. പിന്നെ 57 സീറ്റ്സ് ആണുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫീമെയിൽ ഒൺലി കാറ്റഗറിക്ക് സീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ 240 ആണ് കാണുന്നത്. 240 ആണ് ഓപ്പണിൽ കാണുന്നത്. ഫീമെയിൽ ഉള്ളിയാണ് പറയുന്നത് കേട്ടോ, ഓപ്പണിൽ കാണുന്നത്. പിന്നെ നമുക്ക് 152 ആണ് OBC കാണുന്നത്. 152 ആണ് OBCയിൽ കാണുന്നത്. ഓക്കെ, ഇത് ഫീമെയിൽ ഉള്ളിയാണ് പറയുന്നത്. ഓക്കെ, ഫീമെയിൽ ഉള്ളിയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു റേഞ്ചിനകത്താണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഈ ഓപ്പൺ കാറ്റഗറി ഉള്ളവർ 240-നുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് തൃച്ചിറപ്പള്ളി ചാൻസ് ഉണ്ട്. OBC കാറ്റഗറി അതർ സ്റ്റേറ്റ്സ്, അതായത് നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം കേരളത്തിലുള്ള കുട്ടികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ഈ പറയുന്ന പോലെ 152 ആണ് അതിൻ്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തൃച്ചിറപ്പള്ളി കിട്ടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു അനലൈസ് മനസ്സിലായില്ലേ, ഇതിൻ്റെ രണ്ടിനെ മനസ്സിലായില്ലേ. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കയില നോക്കുവാണെങ്കിൽ എത്രയാണ് ഓപ്പൺ കാറ്റഗറി, അതർ സ്റ്റേറ്റ് ആണ്, നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ 464 റാങ്ക് 716 റാങ്കിനുള്ളിലാണ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. OBC കാറ്റഗറി വരുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ ഇവിടുത്തെ കേരളത്തിൽ OBC കാറ്റഗറി വരുന്ന 286, 290 ഇടയ്ക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് റൂർക്കയില കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് MNIT ആണ്, ജയ്പൂരിലുള്ള MNIT ആണ്. 497 ഓപ്പൺ റാങ്ക്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഓപ്പൺ റാങ്ക് 497, 926 ഇടയ്ക്ക് വരുന്നത്, നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വരികയാണെങ്കിൽ ഓപ്പണിംഗ് റാങ്ക് 497, ക്ലോസിംഗ് 926 ആണ്. സോ അത് ഇവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മാളവ്യ നാഷണൽ. ഓക്കെ, ഓപ്പൺ കാറ്റഗറി. OBC കാറ്റഗറി ഉള്ള സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. അപ്പോൾ 348 to 700 ആണ്. അപ്പോൾ 348 ഓപ്പണിങ്, 700 ക്ലോസിംഗ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ റാങ്കിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പം അനലൈസ് ചെയ്യാനേ ഉള്ളൂ ഈസി ആയിട്ട് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുന്നതെന്ന്. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ മൗലാന ആസാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഭോപ്പാലാണ്. അതർ സ്റ്റേറ്റ് നോക്കുവാണ്, നമുക്ക് ഈ റേഞ്ചിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നല്ലൊരു റേഞ്ചിൽ വന്നിട്ടുണ്ട്. 1469, അതായത് ജനറൽ കാറ്റഗറി 1469 വരെയുള്ളവർക്ക് ഈ പറയുന്നത് പോലെ ഈ ഒരു കോളേജിൽ ഹൈ ചാൻസ് ഉണ്ട്. ഓക്കെ, OBC കാറ്റഗറി വരുന്നവർക്ക് OBC വരുന്ന 735 ഓപ്പണിങ്, 863 ആണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. ഓക്കെ, OBC കാറ്റഗറിയിൽ. ഇനി നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹമീർപൂർ നോക്കാം. ഹമീർപൂർ ആണെങ്കിൽ 903, 1616 വന്നിട്ടുണ്ട്. നല്ലൊരു ഓപ്പൺ റാങ്ക് എന്ന് പറയുമ്പോൾ, ഓപ്പൺ കാറ്റഗറി എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ. OBC കാറ്റഗറിയിൽ 562 to 1051. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ റാങ്കിങ്, നിങ്ങൾക്ക് ഇവിടെയും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം ഈ പറയുന്ന പോലെ ഹൈ ചാൻസ് ആണ് നിങ്ങൾക്കുള്ളത്. 562 വന്നിട്ടുള്ള OBCക്കാർക്കാണെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. അടുത്തതായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാട്നയിൽ ഇതുപോലെ 1069 ആണ്. ഓക്കെ, 1069, 1084 ആണ് ഓപ്പണിംഗ്, 1069, ക്ലോസിംഗ് 1687 ആണ്. ഓക്കെ, OBC അതായത് ജനറൽ കാറ്റഗറി വരുന്ന ഇതുപോലെ 1000 താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഹൈ ചാൻസ് ആണ്. ഇതുപോലെ നിങ്ങൾക്ക് പാട്ന വേണം നോക്കാം. OBC ആണെങ്കിൽ 793 ഓപ്പണിങ്, 915 ക്ലോസിങ്, OBC കാറ്റഗറി റാങ്ക് വരുന്നവർക്കാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരുപാട് റാങ്ക് കുറഞ്ഞു പോയെന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ NITകളിൽ തന്നെ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. NIT റായ്പൂർ ആണെങ്കിൽ 988 to 1538. അതാണ് 988 ഓപ്പണും 1538 ക്ലോസിംഗ് റാങ്കാണ് ഓപ്പൺ കാറ്റഗറി, ജനറൽ കാറ്റഗറിയുള്ള കുട്ടികൾക്ക്. ഇപ്പോൾ OBC നോക്കുവാണെങ്കിൽ 639, നിങ്ങൾക്ക് OBC കാറ്റഗറി ഉള്ളവർ 639 to 836 ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ റായ്പൂർ നല്ല ഒരു ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു കാറ്റഗറി ഞാൻ 5, 6, 7, 8 എന്ന് കൊടുത്തതേ ഉള്ളൂ ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഫസ്റ്റ് ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഒരു കുറഞ്ഞ് അല്ലേ, ആ ഒരു കൂടി വരികയാണ് ആ ഒരു ലെവല്. OBC ആണെങ്കിലും ഓപ്പൺ ആണെങ്കിലും. അപ്പം ആ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് കാലിക്കറ്റ്, തൃച്ചിറപ്പള്ളി അല്ലെ, റൂർക്കേല, ജയ്പൂരൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാറ്റഗറി ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ റാങ്ക് എവിടെയാണ് വരുന്നതെന്ന് നിങ്ങൾ നോക്കുക.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ പാർട്ട്നെ ആയിരിക്കും കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ബാക്കി ഇനി മുകളിലോട്ടെല്ലാം അടുത്ത റൗണ്ട്സിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് നോക്കുക. നിങ്ങളുടെ റാങ്ക് എവിടെയാണ് വരുന്നത്, ഇതിൻ്റെ ഈ ഒരു റാങ്കിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് കൂടുതലാണ് ഓപ്പണിംഗ് റാങ്കിൽ. സോ ഫസ്റ്റ് റൗണ്ടിൽ ഓപ്പണിംഗ് റാങ്ക് ആയിരിക്കും നിങ്ങൾ നോക്കേണ്ടത്. ഇനി അടുത്ത അവസാനത്തെ 2 കോളേജാണ് വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നാഗ്പൂർ, പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ഷിപ്പൂർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെയും ഇത് പറയുന്ന പോലെ 537 ഓപ്പണിങ്ങും 1002 വന്നിട്ടുണ്ട് ക്ലോസിങ്. OBC ആണെങ്കിൽ 376 to 659 ആണ് കേട്ടോ. അപ്പോൾ ആ റാങ്കിലുള്ളവർക്ക് നിങ്ങൾക്ക് ഇവിടെയും ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് ടെക്നോളജി ഷിപ്പൂർ ആണെങ്കിൽ 1115 നല്ല റേഞ്ചിലോട്ട് പോയി 1115 to 1576 വരെ വന്നിട്ടുണ്ട് ഓപ്പൺ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് കേട്ടോ. സോ OBC ഉള്ളവർക്കാണെങ്കിൽ 505 to 724 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു അനലൈസ് കിട്ടി കാണും അല്ലേ. OBC കാറ്റഗറിയിലൊക്കെ ഏകദേശം ഏത് റേഞ്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് എവിടെ കിട്ടും, ഓപ്പണിംഗ് എല്ലാം നോക്കിയാൽ മതി നിങ്ങൾ. ഓപ്പണിംഗ് അതായത് ഈ ഫസ്റ്റ് കാണുന്ന ഓപ്പണിംഗ് 156 286. അപ്പോൾ ഓപ്പണിംഗ് ഏതൊക്കെ കിട്ടും, ഓപ്പണിംഗ് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു റേഞ്ചാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നമുക്ക് എവിടം വരെയുള്ള പ്രിഫറൻസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അത് നോക്കി നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രിഫറൻസ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത നമുക്ക് നമ്മുടെ ഗവൺമെൻറ് GFTEs ഇല്ലേ, അതിൽ വരുന്നതാണ് നമ്മുടെ സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു എന്താണ് മെയിൻ ആയിട്ട് കാണുന്ന ഒരു കോളേജാണ് ന്യൂഡൽഹിയിലുള്ള സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ. അതിൻ്റെ ഓപ്പണിംഗ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, 3ാമത്തെ റാങ്കാണ് ഓപ്പണിംഗ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ക്ലോസിങ് 238. അപ്പം അത്രയും ടൈറ്റ് സിറ്റുവേഷനാണ് അവിടെ വരുന്നത്. പിന്നെ അവിടെ ഹോം സ്റ്റേറ്റ് അങ്ങനെ ഒന്നുമില്ല, ജനറൽ ഡയറക്റ്റായിട്ട് ഓപ്പൺ അല്ലെങ്കിൽ OBC കാറ്റഗറിയാണ് വരുന്നത്. അപ്പോൾ OBC ഉള്ള കുട്ടികൾ 76 to 380 ആണെങ്കിൽ, ഓക്കെ 76 to 380 ആണ് നിങ്ങളുടെ OBC കാറ്റഗറി റാങ്ക് എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ SPA ഡൽഹിയിൽ പഠിക്കാനുള്ള ഹൈ ചാൻസ് ആണ്. പിന്നീട് നിങ്ങൾക്ക് അടുത്തത് വിജയവാഡ വരുന്നുണ്ട്. വിജയവാഡയിൽ ഓപ്പണിംഗ് 60 to 798 വരുന്നുണ്ട്. അടുത്തത് OBC NCയിൽ നോക്കുവാണെങ്കിൽ 271 to 682 വരുന്നുണ്ട്. ഓക്കെ, അവിടെയൊക്കെ സ്കൂൾ ഓഫ് പ്ലാനിങ് വിജയവാഡയിൽ പഠിക്കാവുന്നതാണ് നിങ്ങൾക്ക്. പിന്നീട് ഭോപ്പാൽ വരുന്നു. ഭോപ്പാലിലാണെങ്കിൽ 59 to 754 ആണ്. 59 ഓപ്പണിങ്ങും 754 ക്ലോസിംഗ് ആണ്. അപ്പോൾ ഈ ക്ലോസിംഗ് നിങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് റൗണ്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ 6ാമത്തെ റൗണ്ടിൽ വരുന്ന ഏറ്റവും ലാസ്റ്റ് ക്ലോസിംഗ് ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആൾക്കാർക്കെല്ലാം സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നീട് OBC വരുവാണെങ്കിൽ 287 ഓപ്പണിങ്ങും 702 ആണ് ക്ലോസിങ്ങും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ഞാൻ മെയിനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ബ്ലോഗ്സിൽ കൊടുത്തിരിക്കുന്ന ഇത് ഫേമസ് കോളേജാണ്. അപ്പം SPA എന്ന് പറയുമ്പോൾ SPAയിൽ ഇന്ത്യയിൽ തന്നെ എല്ലാവർക്കും അല്ലേ, എല്ലാ ആർക്കിടെക്ട് ഫേംസിനും എല്ലാം അറിയാവുന്ന കോളേജാണ്. കാരണം പഴയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം പഠിച്ച് ഇറങ്ങിയ കോളേജാണ് സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ ന്യൂഡൽഹിയിലുള്ള. ഓക്കെ, സോ അത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. ഇതുപോലെ ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത് 944 167 ആണ്. 597 1085 വരുന്നുണ്ട്. പിന്നെ ശ്രീമാതാ വൈഷ്ണോദേവിയാണ് 1780 to 1857 വരുന്നുണ്ട്. 1095 to 1113 ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, മിസോറം യൂണിവേഴ്സിറ്റി ഇസ്വോളാണ് 1696 to 1863. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓപ്പൺ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഓപ്പൺ കാറ്റഗറി വരുന്നിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതാണ് 1069. ഓപ്പണിംഗ് എല്ലാം വരുന്നതാണ്, ഓപ്പണിംഗ് എല്ലാം കേട്ടോ. ഇപ്പോൾ ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് നല്ല ഒരു ചാൻസ് ഉണ്ട്. ഈ പറയുന്ന പോലെ ഇവിടെയാണെങ്കിലും ഈ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റാഞ്ചി 1667 വരെ പോയിട്ടുണ്ട്. ഓക്കെ, ഓപ്പണിംഗ് ഒക്കെ ശ്രീമാതയിലാണെങ്കിൽ 1780 പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ഒരു ഫൈനൽ ഒരു കൺക്ലൂഷൻ നോക്കുവാണെങ്കിൽ നമുക്കറിയാലോ, ഫൈനൽ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NITകളിലൊക്കെ വന്നിട്ടുള്ളത് ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് അതായത് ഓപ്പൺ കാറ്റഗറി വരുന്നത് 1087 ഒക്കെയാണ് ഒരു ഫൈനൽ ക്ലോസിംഗ് റാങ്ക് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ 1800 ഒക്കെ താഴെ പോയിട്ടുണ്ട്, മറ്റേ ഗവൺമെൻറ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക്
OBC കാറ്റഗറിയിൽ വരുവാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഹമീർപൂറിലാണ് 1051 ആണ് ക്ലോസിംഗ് റേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു OBC കാറ്റഗറി വരുന്ന കുട്ടികൾക്ക് 1051 ഉള്ളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നീട് നമ്മുടെ സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ നോക്കുവാണെങ്കിൽ, സെപ്പറേറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ഓപ്പൺ കാറ്റഗറി, ജനറൽ കാറ്റഗറി വന്നിരിക്കുന്നത് 754 ആണ്. പിന്നെ OBC കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് 702 ആണ്. അത് വന്നിട്ടുള്ളത് ഭോപ്പാലിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ളവർക്ക്, ഓപ്പൺ OBC ഉള്ളവർക്കൊക്കെ ചാൻസസ് ഉണ്ട്. അതായത് സ്കൂൾ ഓഫ് ഭോപ്പാലിലൊക്കെ പഠിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഒരു അനലൈസ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളിനി ബി പ്ലാനിങ്ങിൻ്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഒന്ന് അനലൈസ് ചെയ്യാം. ആകെ 3 കോളേജുകളേ ഉള്ളൂ ബി പ്ലാനിങ്, നമ്മുടെ SPSലേ ഉള്ളൂ. അപ്പം സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ ന്യൂഡൽഹിയാണ് ഏറ്റവും മെയിനായിട്ട് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. സോ അതിൽ തന്നെ നിങ്ങൾക്കറിയാം 238 ആണ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അത്രയും കുട്ടികൾ തന്നെ ഒരു BRക്കിന് കിട്ടിയ കുട്ടികളായിരിക്കും. സോ 230 അതിന് മുന്നേ ഉള്ള കുട്ടികളെല്ലാം BR കിട്ടിയ കുട്ടികളായിരിക്കും. സോ അവർ അത് ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം 238 ഓപ്പൺ ജനറൽ കാറ്റഗറി റാങ്കിൽ വന്നിട്ടുള്ളത്. OBCയിൽ 380 ആണ് വന്നിട്ടുള്ളത് ക്ലോസിംഗ് റാങ്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തതായി നമുക്കിനി ബി പ്ലാനിങ്ങിൻ്റെ കട്ട് ഓഫ് അനലൈസിസ് നോക്കാം. അപ്പം ടോട്ടൽ 165 സീറ്റാണുള്ളത്. SPSലാണുള്ളത്, സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ. ന്യൂഡൽഹിയാണ് എല്ലാവരും ഫേമസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പൺ കാറ്റഗറിയിലെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറഞ്ഞാൽ 238 ആണ്. ഓക്കെ, അപ്പോൾ 238 വരെയുള്ള നിങ്ങൾ ഓപ്പൺ റാങ്ക് ഉള്ളവർക്കാണെങ്കിൽ SPയിൽ ന്യൂഡൽഹിയിൽ കിട്ടും. 380 ആണ് അതിൻ്റെ OBC ക്ലോസിംഗ് റാങ്ക് വരുന്നത്. സോ നിങ്ങൾ അതിൻ്റെ ഒരു ഇതിലാണ് വരുന്നതെങ്കിൽ 380ക്കുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ OBC കാറ്റഗറിയിൽ നിങ്ങൾക്ക് ബി പ്ലാനിങ് പഠിക്കാം. അതുപോലെ തന്നെ ബാക്കി നോക്കുവാണെങ്കിൽ ഭോപ്പാൽ നോക്കുവാണെങ്കിൽ 754 ക്ലോസിംഗ് വന്നിട്ടുണ്ട്. OBC ആണെങ്കിൽ 702 ക്ലോസിംഗ് വന്നിട്ടുണ്ട്. വിജയവാഡ 798, OBC ക്ലോസിംഗ് വന്നിട്ടുള്ളത് 682 ആണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ടോട്ടൽ ബി ആർക്കിൻ്റെയും ബി പ്ലാനിങ്ങിൻ്റെയും ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് റേഞ്ച് വരുന്നത്. സോ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലിക്കറ്റൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് കുട്ടികൾ 99% മുകളിലൊക്കെ വന്നിട്ടുണ്ട്, നല്ല റാങ്കിങ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സോ എല്ലാവരും കറക്റ്റായിട്ട് പ്രിഫറൻസ് ഒക്കെ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ കൊടുത്ത അതേ പ്രിഫറൻസ് തന്നെയാണെങ്കിൽ മനസ്സിലാവും, നമുക്ക് ആ ഒരു ഹൈറാർക്കി വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കഴിഞ്ഞ വർഷം എങ്ങനെയാണ് കുട്ടികൾ കോളേജ് ചൂസ് ചെയ്ത് ഓപ്പണിങ് ക്ലോസിംഗ് ഒക്കെ വരുന്നത്. ഓക്കെ, സോ അടുത്ത എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.